നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സർവീസുകൾ വെട്ടിച്ചുരുക്കിയ പിന്നാലെ എയർ ഇന്ത്യയുടെ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും അധികൃതർ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചില ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ജനുവരി 19 മുതൽ 24 വരെ ഡൽഹിയിൽ നിന്നും ഡൽഹിയിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. രാവിലെ 10:30 മുതൽ 12:45 വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കുക. ഡൽഹി എയർപോർട്ട് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എയർ ഇന്ത്യയുടെ നടപടി. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യോമസേന വിമാനങ്ങളുടെ പരീക്ഷണ പറക്കലുണ്ടാകും. അന്താരാഷ്ട്ര സർവീസുകൾ 1 മണിക്കൂർ വരെ വൈകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ലണ്ടൻ, ഡള്ളാസ്, നേവാർ, കാഠ്മണ്ഡു, ബാങ്കോക്ക് സർവീസുകളാകും വൈകുക. യാത്രക്കാരോട് വിമാനങ്ങളുടെ തൽസ്ഥിതി പരിശോധിച്ച ശേഷം മാത്രം എത്തിയാൽ മതിയെന്നാണ് കമ്പനി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്കും നേരിട്ടുള്ള വിമാന സർവീസ് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും എയർ ഇന്ത്യ അധികൃതർ പിന്മാറി. UK മലയാളി സമൂഹത്തിന്റെ കൂട്ടായ ശ്രമത്തിന്റെ വിജയമാണിതെന്ന് ലോക കേരള സഭാംഗങ്ങൾ പറഞ്ഞു. 2023 മാർച്ച് അവസാനത്തോടുകൂടി ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാന സർവീസ് റദ്ദാക്കാനായിരുന്നു നീക്കം. പിന്നീട് നടത്തുന്ന യാത്രകളിൽ ബോംബെയിലോ ഡൽഹിയിലോ വിമാനമിറങ്ങി കേരളത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ലണ്ടൻ കൊച്ചി വിമാന സർവീസ് നിർത്തലാക്കുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ അധികൃതർക്ക് UKയിലെ ലോക കേരള സഭാംഗങ്ങൾ നിവേദനം നൽകിയിരുന്നു. ഇക്കാര്യം പുനഃപരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള മറുപടിയും എയർ ഇന്ത്യ അധികൃതരിൽ നിന്ന് ലഭിച്ചിരുന്നു. കേരള മുഖ്യമന്ത്രിയുടെയും കേരളത്തിൽ നിന്നുമുള്ള MPമാരുടെയും നോർക്ക റൂട്ട്സ് അധികൃതരുടെയും സഹായവും UKയിലെ ലോക കേരള സഭാ അംഗങ്ങൾ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു. നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണനും CEO ഹരികൃഷ്ണൻ നമ്പൂതിരിയും UK മലയാളികളുടെ നാട്ടിലേക്കുള്ള യാത്രയെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ വിഷയത്തിൽ സജീവമായ ഇടപെടലുകളും നടത്തിയിരുന്നു. എയർ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാംബെൽ വിൽസന നോർക്ക റൂട്ട്സ് CEO ഹരികൃഷ്ണൻ നമ്പൂതിരി അയച്ച ഇമെയിലിന് എയർ ഇന്ത്യ അധികൃതർ നൽകിയ മറുപടിയിൽ ലണ്ടൻ കൊച്ചി സർവീസ് അനുവദിക്കുന്ന കാര്യം പുനഃപരിശോധിക്കുമെന്നും സർവീസ് സംബന്ധമായ നെറ്റ്വർക്ക് പ്ലാനിംഗ് ടീമുമായി ചർച്ച ചെയ്യാമെന്നും അറിയിച്ചിരുന്നു. ലണ്ടൻ ഹീത്രൂ കൊച്ചി ഡയറക്ട് സർവീസിന് പകരം ലണ്ടൻ ഗാറ്റ്വിക് കൊച്ചി സർവീസ് മാർച്ച് 26 മുതൽ ആഴ്ചയിൽ 3 ദിവസമായി നടത്തുന്നതിനാണ് എയർ ഇന്ത്യ ഇപ്പോൾ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് തിങ്കൾ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിലും കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് ബുധൻ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിലും ഡയറക്ട് സർവീസ് നടത്തുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഹീത്രൂവിൽ നിന്നും ന്യൂഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനും എയർ ഇന്ത്യ അധികൃതർ തീരുമാനിച്ചിട്ടുള്ള വിവരവും അറിയുവാൻ കഴിയുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.